CPMന്റെ ഉരുക്കുദുർഗമായ കണ്ണൂർ കോട്ട തകർക്കുമോ UDF? ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. കണ്ണൂരിലെ ലോക്സഭാ ഇലക്ഷനിൽ മുന്നിട്ടത് സുധാകരനാണ്. കണ്ണൂരിലെ പല ഇടതു കോട്ടകളും കെ സുധാകരന്റെ പടയോട്ടത്തിൽ തകർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ MV ജയരാജനെ പരാജയപ്പെടുത്തി വിജയിച്ചു കയറി. അതിൻ്റെ ഒരു ആവേശം കോൺഗ്രസിനുണ്ട്. പക്ഷേ കണ്ണൂരിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? 2026 നിയമസഭാ ഇലക്ഷനിൽ കണ്ണൂർ കോട്ട ആര് നേടും? നമുക്കൊന്ന് പരിശോധിക്കാം. കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങാം. കല്യാശ്ശേരിയിൽ കഴിഞ്ഞ തവണ വിജയിച്ചത് CPMലെ എം വിജിൻ 44,393 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഭൂരിപക്ഷം കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ, കല്യാശ്ശേരി എന്ന ചുവന്ന കോട്ട മാറില്ല. ഇനി ഇരിക്കൂരാണ്. ഇരിക്കൂർ കഴിഞ്ഞ തവണ UDF വിജയിച്ചു. അഡ്വക്കേറ്റ് സജി ജോസഫ് ഇരിക്കൂറിൽ വിജയിച്ചത് 10,010 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. മാണി ഗ്രൂപ്പിനായിരുന്നു LDF സീറ്റ് കൊടുത്തത്. എന്തായാലും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ജയിച്ചു. ഇത്തവണയും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് തന്നെയാണ് ഇരിക്കൂറിൽ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിജയപ്രതീക്ഷ വളരെ കൂടുതലാണ്. തളിപ്പറമ്പിലേക്ക് പോകാം. MV ഗോവിന്ദൻ മാസ്റ്റർ 22,689 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച തളിപ്പറമ്പ് ഇടതുകോട്ടയാണ്. അവിടെ UDFന് ഒന്നും ചെയ്യാനില്ല, വെറുതെ ഒരു മത്സരം എന്ന് മാത്രം. ഇനി നമുക്ക് അഴീക്കോടെത്താം. അഴീക്കോട് KV സുമേഷ് മുസ്ലിം ലീഗിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6,141 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് KV സുമേഷ്, P ജയരാജൻ്റെ നോമിനിയായ KV സുമേഷ് ജയിച്ചു കയറിയത്. മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ KM ഷാജിയാണ് KV സുമേഷ് അവിടെ തോൽപ്പിച്ചത്. സുമേഷ് തന്നെയാണ് ഇത്തവണയും അഴീക്കോടിലെ സ്ഥാനാർത്ഥി. മാത്രമല്ല, സുമേഷ് അഴീക്കോടിൽ ജനകീയനായി കഴിഞ്ഞു. KM ഷാജി പുതിയ മണ്ഡലം തേടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അഴീക്കോട് ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതിനു മുമ്പ് അഴീക്കോടിൽ MV നികേഷ് കുമാർ മത്സരിച്ചപ്പോൾ KM ഷാജി കടന്നുകൂടിയത് 2,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6,141 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ KV സുമേഷ് ജയിച്ചു കയറി അഴീക്കോട് നിന്നും. ഇനി കണ്ണൂർ. UDF പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ UDFലെ അന്തരിച്ച സതീശൻ പാച്ചേനിയെ തോൽപ്പിച്ചത് 1,745 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. നേരിയ വ്യത്യാസത്തിൽ കടന്നപ്പള്ളി ജയിച്ചു കയറി. ഇത്തവണ ആ സീറ്റ് CPM പിടിച്ചെടുക്കുമെങ്കിലും കണ്ണൂർ നിയമസഭാ മണ്ഡലം പൊതുവെ കോൺഗ്രസിന് അനുകൂലമായ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്ഥാനാർത്ഥി റിജിൽ മാങ്കുറ്റിയെ പോലെയുള്ള യുവ സ്ഥാനാർത്ഥിയെ ഇട്ട് കഴിഞ്ഞാൽ കണ്ണൂർ UDFന് പിടിക്കാനാകും. എന്തായാലും കണ്ണൂർ UDFിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് 2026. ഇനി ധർമ്മടമാണ്. പിണറായി വിജയൻ്റെ ധർമ്മടം. അതേക്കുറിച്ച് പ്രേക്ഷകരോട് പറയാനില്ല. പിണറായി വിജയൻ കഴിഞ്ഞ തവണ വിജയിച്ചത് 50,123 വോട്ടിൻ്റെ വമ്പൻ ഭൂരിപക്ഷത്തിൽ. അവിടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തട്ടകം. അവിടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന സ്ഥലം. ധർമ്മടത്തെ പാറപ്പുറത്താണ്, പിണറായിയിലെ പാറപ്പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്നത്. അവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി തലശ്ശേരിയാണ്. സ്പീക്കർ AN ഷംസീറിൻ്റെ തലശ്ശേരി. കോടിയേരി ബാലകൃഷ്ണനും EK നയനാരും ഒക്കെ വിജയിച്ച തലശ്ശേരി. അവിടെ AN ഷംസീർ 36,801 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ നേടിയത്. ഇത്തവണ ഭൂരിപക്ഷം കുറയുമോ കൂടുമോ എന്ന് മാത്രമേ CPMന് നോക്കാനുള്ളൂ. ഇനി കൂത്തുപറമ്പാണ്. KP മോഹനൻ്റെ കൂത്തുപറമ്പിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ KP മോഹനൻ വിജയിച്ചത് 9,541 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ KP മോഹനൻ വിജയിച്ചു. ഇത്തവണ കൂത്തുപറമ്പ് സീറ്റ് CPM പിടിച്ചെടുക്കും എന്നാണ് അറിയുന്നത്. എന്തായാലും കൂത്തുപറമ്പും CPMൻ്റെ ചുവന്ന കോട്ട തന്നെ അവിടെ മാറാൻ പോകുന്നില്ല. ഇനി മട്ടന്നൂരാണ്. ശൈലജ ടീച്ചർ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ മട്ടന്നൂർ. 60,963 വോട്ടിനാണ് ശൈലജ ടീച്ചർ RSPയിലെ ഇല്ലിക്കൽ അഗസ്തിയെ പരാജയപ്പെടുത്തിയത്. കേരളത്തിലെ
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഇതായിരുന്നു. ഇനി പേരാവൂരാണ്, കോൺഗ്രസിന് സാധ്യതയുള്ള പേരാവൂർ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 3172 വോട്ടിന് CPM-ലെ KV സക്കീർ ഹുസൈനെ പരാജയപ്പെടുത്തി പേരാവൂരിൽ. സണ്ണി ജോസഫ് ഇത്തവണ മത്സരിക്കില്ലെങ്കിലും UDF-ന് ഒരുപാട് പ്രതീക്ഷയുണ്ട് പേരാവൂരിൽ. UDF ആ സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി പയ്യന്നൂരാണ്. TI മധുസൂദനൻ, അതും P ജയരാജൻ്റെ നോമിനിയായിരുന്നു. P ജയരാജൻ്റെ നോമിനിയായ TI മധുസൂദനൻ 49,780 വോട്ടിനാണ് പയ്യന്നൂരിൽ നിന്ന് വിജയിച്ചു കയറിയത്. അത് ഒരു ക്ലീൻ വിജയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തവണയും പയ്യന്നൂരിൽ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ ചുവന്ന കോട്ട ഇളകുന്നില്ല. എന്നാൽ പേരാവൂർ, ഇരിക്കൂർ, കണ്ണൂർ ഈ 3 മണ്ഡലങ്ങൾ UDF നേടാനുള്ള സാധ്യതയുണ്ട്. പേരാവൂരും ഇരിക്കൂറും ശുഭപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ്. കണ്ണൂരിൽ ഒരു അട്ടിമറി വിജയം UDF നേടിയാലും അത്ഭുതപ്പെടാനില്ല. കല്യാശ്ശേരി, തളിപ്പറമ്പ്, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, പയ്യന്നൂർ ഈ 8 നിയമസഭാ മണ്ഡലങ്ങൾ CPM-നോട് ഉറച്ചു നിൽക്കും, LDF-നോട് ഉറച്ചു നിൽക്കും. ചുരുക്കത്തിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ, കണ്ണൂരിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 LDF-ഉം 3 UDF-ഉം വിജയിച്ചു കയറും 2026 എന്നാണ് പൊളിറ്റിക്സ് കേരള സർവേ സൂചിപ്പിക്കുന്നത്. ഇനിയുള്ള രാഷ്ട്രീയ കാലാവസ്ഥകൾ മാറിവരാം. രാഷ്ട്രീയ കാലാവസ്ഥകൾ മാറുമ്പോഴും ചില ജില്ലകൾ, മലപ്പുറം ലീഗിന് പിന്നിൽ നിൽക്കുന്നത് പോലെ കണ്ണൂർ CPM-ന് പിന്നിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. കാരണം രാഷ്ട്രീയ കാലാവസ്ഥകൾ മാറുന്നതൊന്നും ഈ ജില്ലയിലെ വോട്ടർമാർക്ക് പ്രശ്നമില്ല. അവർ ഒരു ചിഹ്നത്തിൽ കുത്തി പരിശീലിച്ചവരാണ്, ഒരു ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് പരിശീലിച്ചവരാണ്. കണ്ണൂരിലെ കല്യാശ്ശേരിയിലും തളിപ്പറമ്പിലും അഴീക്കോടിലും ധർമ്മടത്തും തലശ്ശേരിയിലും കൂത്തുപറമ്പിലും മട്ടന്നൂരും പയ്യന്നൂരും ഒക്കെയുള്ളവർ LDF സ്ഥാനാർത്ഥികളുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല. കണ്ണൂരിൽ UDF-ന്റെ സ്ഥിതി ഒരു സീറ്റും കൂടി കൂട്ടി അവർക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണ്ണൂർ CPM വിട്ടുകൊടുക്കില്ല എന്ന് സാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ പല മണ്ഡലങ്ങളിൽ നിന്നും കണ്ണൂരിലെ ചുവപ്പ് കോട്ടകളിൽ വലിയ ഭൂരിപക്ഷമാണ് നേടിയത്. പക്ഷേ ആ ഭൂരിപക്ഷം കൊണ്ടൊന്നും കാര്യമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നും ഇടത്തോട്ട് ചായാറുണ്ട് കണ്ണൂർ. അത് കണ്ണൂരിലെ ഒരു രീതിയാണ്. കണ്ണൂരും മലപ്പുറവും പോലുള്ള ജില്ലകളാണ് രാഷ്ട്രീയമായി ചിന്തിക്കാതെ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയ വോട്ടുകൾ കൃത്യമായി പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ജില്ലകൾ. അവർ രാഷ്ട്രീയപരമായ വിവാദങ്ങളിലോ അല്ലെങ്കിൽ സമകാലിക സംഭവങ്ങളിലോ ഒന്നും ഒന്നും ഭ്രമിക്കാറില്ല. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, തങ്ങളുടെ പാർട്ടിയെ വിജയിപ്പിക്കുക. അതിനവർ കഴിവതും കിണഞ്ഞ് പരിശ്രമിക്കും എന്ന് തന്നെ പറയാം. എന്തായാലും കണ്ണൂരിലെ 2026 കണ്ണൂർ സർവേ പൂർത്തിയാകുമ്പോൾ 8 LDF, 3 UDF. പേരാവൂരും ഇരിക്കൂറും കണ്ണൂരും UDF നേടാനുള്ള സാധ്യത കൂടുതൽ. ബാക്കിയുള്ളിടമെല്ലാം ചുവന്ന കോട്ടകളായി തന്നെ നിൽക്കും.